കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസ് അനിശ്ചിതകാലത്തേക്ക് അടച്ചു. യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നടപടി. ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ ക്ലാസുകൾ ഉണ്ടാകില്ല. അതേസമയം ക്യാമ്പസിലെ സംഘർഷത്തിൽ പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിയുന്ന KSU വിദ്യാർത്ഥികളെ CPM പ്രവർത്തകർ ആക്രമിച്ചതായി നേതാക്കൾ ആരോപിക്കുന്നു. വെള്ളിയാഴ്ച വൈകുന്നേരം മുതലുണ്ടായ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസ് പഠന വകുപ്പുകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചത്. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും വിദ്യാർത്ഥികളുടെ ജീവൻ സംരക്ഷിക്കുന്നതിനുമാണ് നടപടിയെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ P. രവീന്ദ്രൻ അറിയിച്ചു. ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ ക്ലാസുകൾ ഉണ്ടാകില്ല. ഹോസ്റ്റലുകളും അടച്ചിടാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. എല്ലാ വിദ്യാർത്ഥികളും ഹോസ്റ്റലുകൾ ഉടൻ ഒഴിഞ്ഞ് മറ്റൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ വീട്ടിൽ പോകണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംഘർഷത്തിൽ പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിയുന്ന KSU പ്രവർത്തകരെ CPM ആക്രമിച്ചതായി കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. CPM-മാർക്കും DYFI-ക്കാർക്കും പോലീസിന്റെ ഒത്താശയോടുകൂടിയാണ് ഇന്നലെ ആക്രമണം നടന്നത്. അപ്പോൾ ആശുപത്രി സംരക്ഷണ നിയമപ്രകാരം ഈ CPM-ന്റെയും SFI-ന്റെയും നേതാക്കന്മാർക്കെതിരെ ശക്തമായ കേസെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. യൂണിവേഴ്സിറ്റിയിൽ അക്രമം ആസൂത്രണം ചെയ്തത് MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസാണെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് പറഞ്ഞു. വോട്ട് എണ്ണുന്നതിന് മുന്നേ ഒബ്സർവർമാരും കൌണ്ടിംഗ് ഏജന്റുമാരും ലീഗ് കോൺഗ്രസ് സിൻഡിക്കേറ്റ് അംഗങ്ങളും യോഗം ചേർന്നതായും സഞ്ജീവ് ആരോപിച്ചു. ആ യോഗത്തിലെടുത്ത തീരുമാനമാണ് വിദ്യാർത്ഥികൾ എന്തായാലും ഞങ്ങളെ ജയിപ്പിക്കാൻ പോകുന്നില്ല. ആരെ? MSF-നെ. ആ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇനി പുറത്തേക്ക് വരേണ്ടതില്ല എന്നതായിരുന്നു MSF-ഉം KSU തീരുമാനം. ആ തീരുമാനം അവർ നടപ്പിലാക്കുന്നതാണ് പിന്നീട് ഈ കേരളത്തിനകത്ത് DSU തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗിന്റെ കൗണ്ടിംഗ് നടക്കുമ്പോൾ ഞാനും നിങ്ങളും കണ്ടത്. അതേസമയം സർവകലാശാല സംഘർഷവുമായി ബന്ധപ്പെട്ട് UDSF പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. കണ്ടാലറിയാവുന്ന 100ഓളം UDSF പ്രവർത്തകർക്കെതിരെയാണ് തേഞ്ഞിപ്പലം പോലീസ് കേസെടുത്തത്. മീഡിയ 1 മലപ്പുറം.